എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ +2ൻ്റെ ക്രിസ്മസ് എക്സാം മാർക്കാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചൊന്നല്ല, നല്ല രീതിയിൽ മാർക്ക് കുറവാണ്. കാരണം ഞാൻ ആദ്യം എൻ്റെ ക്രിസ്മസ് എക്സാം എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് മാർക്ക് പറയാം. സോ നമുക്ക് ആദ്യം ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് എനിക്ക് മോഡൽ എക്സാം നമ്മുടെ സ്കൂളിൽ നിന്ന് മോഡൽ നടത്തും, അതിനെനിക്ക് കുറച്ച് കുറവായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫിസിക്സ് നല്ലപോലെ ഇരുന്ന് പഠിച്ചു. ഫിസിക്സ് നല്ലപോലെ ഇരുന്ന് പഠിച്ചു. എക്സാമിൻ്റെ തലേദിവസമായിരുന്നാലും നല്ലപോലെ ഇരുന്ന് പഠിച്ചു. അതിന് മുമ്പ് ഞാൻ പഠിച്ചു. നമുക്ക് കുറച്ച് ലീവൊക്കെ കിട്ടിയായിരുന്നു, അപ്പോൾ അങ്ങനെ ഇരുന്ന് പഠിച്ചു. ഫിസിക്സ് ഞാൻ നല്ലപോലെ പഠിച്ചു. ഫിസിക്സ് കഴിഞ്ഞ് പിന്നെ ഫിസിക്സ് എക്സാം എനിക്ക് വളരെയധികം എളുപ്പം എന്നല്ല, എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പാടില്ല, പക്ഷേ എളുപ്പമായിരുന്നു. ഞാൻ നല്ല രീതിയിൽ എഴുതാൻ എനിക്ക് പറ്റി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഫിസിക്സ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സബ്ജക്റ്റ് ഇംഗ്ലീഷാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷല്ല, ഓരോ സബ്ജക്റ്റായിട്ട് പറയാം, എനിക്ക് അതിൻ്റെ ഓർമ്മയില്ല. സോ ഇംഗ്ലീഷും വളരെ കുഴപ്പമില്ല. എനിക്കങ്ങനെ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് കിട്ടാറില്ല സ്കൂളിൽ എഴുതുമ്പോൾ. ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് +1 എനിക്ക് പബ്ലിക് എക്സാമിന് ഇംഗ്ലീഷിന് ഫുൾ മാർക്കുണ്ട്. പക്ഷേ എനിക്ക് സ്കൂളിൽ ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല. +1 എനിക്ക് സ്കൂളിൽ എക്സാം ഇടുമ്പോൾ ഫുൾ മാർക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് ഇപ്രാവശ്യവും കിട്ടിയിട്ടില്ല. സോ ഇംഗ്ലീഷ് ഞാൻ നല്ലപോലെ എഴുതി. അത് കഴിഞ്ഞ് ഹിന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് എല്ലാ പ്രാവശ്യവും സ്കൂളിൽ പരീക്ഷ ഇടുമ്പോൾ എനിക്ക് ഹിന്ദിക്ക് ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. പബ്ലിക് എക്സാമിനും ഫുൾ മാർക്ക് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ബയോളജി എനിക്ക് പൊതുവേ ബയോളജി എന്ന് പറയുമ്പോൾ എനിക്ക് സുവോളജിയാണ് കുറച്ചും കൂടെ എളുപ്പം. എളുപ്പവും ബോട്ടണി എനിക്ക് പാടുമാണ്. ബോട്ടണി എനിക്ക് കുറച്ച് ഓർമ്മയിലിരിക്കാനൊക്കെ എനിക്ക് പാടാണ്. പഠിക്കാൻ എനിക്കധികം ഇൻട്രസ്റ്റും ഇല്ലാത്തത് ബോട്ടണിയാണ്. സുവോളജി എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മാത്സിൻ്റെ കാര്യം പിന്നെ പറയാം. മാത്സ് പരീക്ഷയുടെ തലേദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞാൻ 2 മണിക്കൂർ എന്താണ് ഉറങ്ങി. അങ്ങനെ ഉറങ്ങാതിരുന്നുകൂടാ. എന്നാലും എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്. ഞാൻ കുറേ നേരം രാത്രി 2 മണി വരെയൊക്കെ ഇരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യാനും ക്ലാസ് കാണാനും അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ എക്സാം ഹോളിൽ ഞാൻ ഭയങ്കരമായിട്ടും കോൺഫിഡൻസ് ആയിട്ടാണ് ഞാൻ ചെന്നിരുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ കണ്ടതും എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ വെച്ചാൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും പാടായിട്ട്. എന്നുവെച്ചാൽ ഇതിന് ഫുൾ കിളി അടിച്ചു. എനിക്ക് അറിയാവുന്ന ചോദ്യം പോലും എനിക്ക് ഓർമ്മ വരാതെ എല്ലാം മൊത്തത്തിൽ ഞാൻ മറന്നുപോയി മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ. അപ്പം ഞാൻ നോക്കി ക്ലാസ്സിലുള്ള എല്ലാവരെയും നോക്കി. എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അപ്പോൾ എല്ലാവരെയും നോക്കിയപ്പോൾ എല്ലാവർക്കും അതേപോലത്തെ സെയിം ആയിട്ടുള്ള റിയാക്ഷൻസാണ്. എല്ലാവരും ഇതൊക്കെ എന്താണെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസമായി. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും പാടാണ് എന്നുള്ളൊരു. അത് കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രിക്ക് നമുക്ക് 2 ദിവസം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ മാത്സ് കഴിഞ്ഞപ്പോഴേ തന്നെ എൻ്റെ ജീവിതം മടുത്തു എന്നുള്ള രീതിയിലാണ്. കാരണം ഞാൻ ഒന്നും എഴുതിയില്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ അവിടെ ഇവിടെ എന്തൊക്കെയോ ഓർമ്മയുള്ള എന്തൊക്കെയോ ആണ് എഴുതി വെച്ചത്. ആൻഡ് അതൊക്കെ ശരിയാണോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു കെമിസ്ട്രിയും പാടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ കെമിസ്ട്രിക്ക് അധികം എഫേർട്ട് ഇട്ടില്ല. സത്യം പറഞ്ഞാൽ മാത്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുൾ മോട്ടിവേഷൻ എല്ലാം പോയി. കെമിസ്ട്രിക്ക് അധികം എഫേർട്ട് ഇട്ടില്ല. പക്ഷേ കെമിസ്ട്രിയും പാടായിരിക്കും എന്നുള്ള രീതിയിലിരുന്നു. ആൻഡ് അങ്ങനെ എക്സാമിന് പോയി. കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം എളുപ്പമുള്ളതായിരുന്നു. പഠിച്ചിരുന്നെങ്കിൽ, കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. പക്ഷേ അപ്പം ചെന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു മാത്സ് ഞാൻ പാസ്സാവില്ല. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു മാത്സ് പാസ്സാവില്ല തോന്നുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. 18 മാർക്ക് വേണം പാസ്സാവാൻ. സോ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. സോ മാത്സ് ഞാൻ പാസ്സായി. അതാണ് ഏറ്റവും എനിക്ക് സന്തോഷം തന്ന ഒരു വാർത്ത. മാത്സ് പാസ്സായി. മാത്സ് എനിക്ക് മാർക്ക് കുറവാണ്. മാത്സ് 60ൽ 36 മാർക്കാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു ഞാൻ ജയിക്കില്ല എന്ന് വിചാരിച്ച ഒരു സബ്ജക്റ്റായിരുന്നു മാത്സ്. പക്ഷേ 36 മാർക്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പേര് പറയുന്നു ഇത് കൂടുതലായിട്ട് NCERT നിന്നാണ് വന്നത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും കൂടുതലായിട്ട് ഞാൻ മാത്സ് നമ്മുടെ ടീച്ചർ കുറേ ക്വസ്റ്റ്യൻസ് NCERT ക്വസ്റ്റ്യൻസ് നമുക്ക് നോട്ട്ബുക്കിൽ ചെയ്യിക്കും. ആ നോട്ട്ബുക്കിൽ ചെയ്യിച്ച ക്വസ്റ്റ്യൻസാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്ത് പഠിച്ചത്. സോ പക്ഷേ നോട്ട്ബുക്കിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നതുമില്ല.
സോ അതുകൊണ്ട് എനിക്ക് പാടായിരുന്നു. ഓക്കെ, അങ്ങനെ മാത്സ് എനിക്ക് 36 മാർക്സാണ്. പിന്നെ കെമിസ്ട്രി 45 മാർക്സാണ്. കെമിസ്ട്രിക്കും എനിക്ക് ഞാൻ എന്താണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഞാൻ ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. എന്നുവെച്ചാൽ ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് അങ്ങനെ പെട്ടെന്ന് പഠിക്കാനും പറ്റില്ല, ഞാൻ പെട്ടെന്ന് മറന്നു പോവുകയും ചെയ്യും. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രിയിലാണ് എനിക്ക് മാർക്ക് പോയത്. 45 മാർക്സാണ് 60ൽ. പിന്നെ ഫിസിക്സ് എനിക്ക് 55 മാർക്സ് ഉണ്ട് 60ൽ. മനസ്സിലെ ഫിസിക്സ് ഞാൻ നല്ലപോലെ എഴുതി. സോ ഇനി 55 മാർക്സ്. ആൻഡ് പിന്നെ ഹിന്ദി ഫുൾ മാർക്കുണ്ട്, 80 ഔട്ട് ഓഫ് 80. ആൻഡ് ഇംഗ്ലീഷ് 80ൽ 72. പിന്നെ ബയോളജി ബോട്ടണി എനിക്ക് 26 ഉണ്ട് 30ൽ. സുവോളജിയും 26 ഉണ്ട്. ഞാൻ വിചാരിച്ച് സുവോളജി ആയിരിക്കും എനിക്ക് കൂടുതൽ കിട്ടുക, ബോട്ടണി കുറച്ചേ കിട്ടുകയുള്ളൂ മാർക്ക്, ലൈക്ക് 20 above ഒക്കെ കിട്ടുകയുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടിനും സെയിം മാർക്കാണ്. അപ്പോൾ അതാണ് എൻ്റെ ക്രിസ്മസ് എക്സാം മാർക്ക്. നമുക്ക് സ്കൂളിൽ പേപ്പർ വീട്ടിൽ തന്നു വിടില്ല, നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് എൻ്റെ ഈ പേപ്പറില്ല കാണിക്കാൻ. സോ അതാണ് എൻ്റെ കെമിസ്ട്രിയുടെ അല്ല, ക്രിസ്മസ് എക്സാം മാർക്ക്. നിങ്ങൾക്കൊക്കെ മാർക്ക് കിട്ടിയോ? എങ്ങനെയുണ്ട് മാർക്ക്? മാത്സൊക്കെ എല്ലാവർക്കും പാടായിരുന്നു എന്ന് വിചാരിക്കുന്നു ഞാൻ, എനിക്കറിയില്ല. സോ നിങ്ങൾക്കൊക്കെ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.